ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശിനോട് കാർത്തിക പറയുവാണ്, ഇനി വധുവിന് ചുറ്റും വലം വെക്കുന്ന ചടങ്ങ് 3 തവണ വലം വെക്കണം എന്ന് പറയുമ്പോൾ പ്രകാശിനൊരു ചെറിയ നാണക്കേടൊക്കെ ആവുകയാണ് കേട്ടോ. എന്നാലും വലം വെക്കുവാണ്. ആ സമയത്ത് രായപ്പൻ പറയുന്നുണ്ട്, ഞാൻ ഈ കല്യാണീനെ ഉൾപ്പെടെ എത്ര പേരെ പെണ്ണ് കണ്ടതാ, അവൻ്റെ ഒരു യോഗം എന്നിങ്ങനെ പറയുക കേട്ടോ. ഇത് കേൾക്കുന്ന ബാലണ്ണം പറയുന്നുണ്ട്, എന്തായാലും 17 ലക്ഷം പോയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും രായപ്പണ്ണം പറയും, പോയെന്നോ? അത് പോയൊന്നുമില്ല, അവന് കൊടുത്തല്ലേ, തിരിച്ചിങ്ങ് കിട്ടുമല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലണ്ണം പറയാം, അതെ അത് തന്നെ ഞാൻ പറഞ്ഞത്, പോയി, ഇനി അതിനിരട്ടി തിരിച്ചു വരും, അങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും പ്രകാശിനോട് പറയുവാണ്, ഇനി വധുവിൻ്റെ കാല് കഴുകുന്ന ചടങ്ങ് ഞങ്ങളുടെ ഇതനുസരിച്ചെന്ന് പറയും കേട്ടോ. പ്രകാശിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പ്രകാശം പിന്നെ എന്തേലും ആട്ടെ എന്നോർത്ത് അതിനെന്താന്ന് പറഞ്ഞ് കാല് കഴുകുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മുഹൂർത്ത സമയമായി, ഇനി താലി കെട്ടണ്ടേ, ഇപ്പോഴേലും പെണ്ണിൻ്റെ മുഖം കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, പിന്നെ ഇപ്പം കാണാതെ ഇരിക്കാൻ പറ്റുമോ മുത്തശ്ശി, എന്തായാലും കാണിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മേ ആ മുഖം ഒന്ന് കാണിക്കുക എന്ന് പറയും കേട്ടോ. ആ സമയത്ത് തലേന്ന് സാരി പയ്യെ മാറ്റുവാണ് കേട്ടോ ലക്ഷ്മിയമ്മ സാരി പയ്യെ മാറ്റിയിട്ട് പ്രകാശൻ്റെ മുഖത്തോട്ട് നോക്കുവാണ് കേട്ടോ. താലിയൊക്കെ എടുത്ത് പ്രകാശൻ ഇങ്ങനെ തീരുമ്പോഴത്തേക്കും ഈ മുഖം കാണുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന നമ്മുടെ പ്രകാശൻ്റെ അമ്മ അന്തം വിട്ട്, എൻ്റെ ദൈവമേ, ഞാനിത് എന്താ ഈ കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണ്. ആ സമയത്ത് ദീപയുടെ തലേന്ന് സാരി എടുത്ത് മാറ്റുവാണ് കേട്ടോ. ഇതും കൂടെ കാണുമ്പോഴത്തേക്കും എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ പ്രകാശനും വിക്രവും മുത്തശ്ശിയൊക്കെ അന്തം വിട്ട പോലെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് കിരണും കല്യാണിയൊക്കെ പരസ്പരം നോക്കി ചിരിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറയാണ്, എന്തടോ തനിക്ക് കെട്ടണ്ടേ താലി, കെട്ടടോ എന്നിങ്ങനെ പറയുക കേട്ടോ. അതിനവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, തൻ്റെ സ്വന്തം രക്തത്തെ ഇതുവരെ മനസ്സിലാക്കിയില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. കഴിയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, എങ്ങനെ മനസ്സിലാക്കാനാ, പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ലല്ലോ ഇയാൾ, പെൺകുട്ടികളിൽ നിന്ന് ഇയാൾക്ക് അത്രയ്ക്ക് വെറുപ്പല്ലേ, അതുകൊണ്ട് ആ സ്വന്തം മോളുടെ മുഖം പോലും ഇയാൾക്ക് മനസ്സിലാവാഞ്ഞ് എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശനൊന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് തല താഴ്ത്തിയിരിക്കുവാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ കാർത്തികനെ ചേർത്ത് പിടിച്ചിട്ട് പറയണം കേട്ടോ, താനും തൻ്റെ അമ്മയും കൂടെ ഒന്ന് ഓടയിലെറിഞ്ഞ് കുഞ്ഞാടോ ഇത് എന്നിങ്ങനെ പറയും കേട്ടോ. ഇതോടെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അടി കിട്ടിയ പോലെ ആവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട്, തന്നെയൊക്കെ ഇത്രയും ഞാൻ സ്നേഹിച്ചതിന് കാരണം എന്താണെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു താനും തൻ്റെ മകനും കൂടെ ഒരുക്കിയ മണിയറയിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ ആയിരിക്കും ഒന്ന് കയറി കിടക്കാൻ പോകുന്നത്. തനിക്ക് ഇത്രയൊന്നും തന്നാൽ പോരാ എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി ആകെ തല ഇറങ്ങിയ അവസ്ഥയിൽ നിൽക്കുവാണ്. വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് കല്യാണി പറയാണ്, എന്തായാലും ഇയാൾ ഇങ്ങനൊരു കല്യാണം കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ ഗുണം, ഞങ്ങൾക്കൊരു നല്ല അമ്മേനെയും ചേച്ചീനെയും കിട്ടി എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന വിക്രം പറയാം, മിണ്ടായിരിക്കടി എന്ന് പറയുമ്പോഴേക്കും ഹീരം പറയണം, മിണ്ടിപ്പോരുതറ, അവൾക്ക് പറയാനുള്ളതൊക്കെ അവൾ പറയും, ഇതൊരു നീതിന്യായ കോടതിയായിട്ട് നീ കണ്ടാൽ മതി, നിൻ്റെ അച്ഛനെയും ഒക്കെ വിചാരണ ചെയ്യാമെന്ന് പറയും കേട്ടോ. ആ സമയത്ത് കാദംബരിയും പറയുന്നുണ്ട്, ഈ നിറവേറുമായിട്ട് ഞാൻ വന്നത് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്, പെൺമക്കളെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം അനുഭവിക്കണം എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശനൊന്നും മിണ്ടുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവരെല്ലാം തിരിച്ചു ചോദിക്കുക, ചതിയോ, ആരെയാണ് ചതിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. കഴിയുമ്പോൾ ദീപ പറയുന്നുണ്ട്, നിങ്ങൾ ചതിയുടെ കാര്യമൊക്കെ ഒന്നും കൂടുതൽ പറയണ്ട, നടന്ന കഥയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ പെൺമക്കളല്ല അധപതനത്തിലോട്ട് പോകുന്നത്, നിങ്ങളുടെ ഈ രാജകുമാരനാണ് അധപതനത്തിലോട്ട് പോകുന്നത്, ബാക്കി പെൺമക്കളൊക്കെ നല്ല നിലയ്ക്ക് തന്നെയാണ് പോകുന്നത് എന്നുകൂടെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും പ്രകാശിന് ചങ്ക് പൊട്ടി പോവുകയാണ്. ആ സമയത്ത് വിക്രം ആകെ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുക കേട്ടോ. ഇങ്ങനെ ഓരോരുത്തരും അവിടുന്ന് ഇവിടുന്ന് വിമർശിക്കുന്നതൊക്കെ കേട്ട് പ്രകാശനാകെ വട്ട് പിടിച്ച പോലെ ചാടി എഴുന്നേൽക്കുവാണ് കേട്ടോ മണ്ഡപത്തിൽ നിന്ന്. എന്നിട്ട് പറയുകയാണ്, ഇത് പ്രകാശിൻ്റെ ന്യായം, പ്രകാശിന് പെൺമക്കളെ ഇഷ്ടമല്ലെങ്കിൽ അത് പ്രകാശിൻ്റെ ന്യായം. എന്നിട്ട് കാർത്തികയുടെ അടുത്ത് എന്നിട്ട് പറയാം, നിന്നെ ഞാൻ സ്വന്തം മകളെ പോലെ കണ്ട് സ്നേഹിച്ചു തുടങ്ങുമായിരുന്നു എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അവിടുന്ന് വട്ട് പിടിച്ച പോലെ പ്രകാശൻ നേരെ ചാടി ഇറങ്ങി താഴോട്ട് നടക്കുക കേട്ടോ. ആ സമയത്ത് മുത്തശ്ശിയോട് വിക്രം പറഞ്ഞോണ്ട്, എന്ത് കാണാൻ ഇവിടെ നിൽക്കുന്നത്, വാ എന്ന് പറഞ്ഞ് നേരെ ഇറങ്ങുക കേട്ടോ. അത് കഴിയുമ്പോൾ അവരെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിൽക്കുവാണ്. പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന പ്രകാശന് ആകെ വിഷമവും സങ്കടവും ഒക്കെയാണ് കേട്ടോ. പ്രകാശനാണെങ്കിൽ നെഞ്ചിന് വേദന എടുത്തിട്ട് കൈ പയ്യെ നെഞ്ചിൽ പിടിച്ച് അവിടേക്ക് കുഴഞ്ഞു വീഴുവാണ്. ഇത് കണ്ട് മുത്തശ്ശി ഓടി വരുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഏട്ടാ രായപ്പ, എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോടാം എന്ന് പറയും കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരു കണക്കിനെടുത്ത് വണ്ടിയെ കയറ്റുവാണ്. ആ സമയത്ത് രായപ്പണ്ണൻ ബാലണ്ണനോട് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ 17 ലക്ഷം രൂപ എങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ആ ക്യാഷും പോവും, ഞാൻ എന്ത് ചെയ്യൂ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ ആ കൂടെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ബാലണ്ണൻ പറയുന്നുണ്ട്, ഇതല്ലേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് ബൈജു വന്നിട്ട് ബാലണ്ണനെയും
രായപ്പണ്ണനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുക കേട്ടോ. രായപ്പണ്ണൻ പറഞ്ഞു, നിൻ്റെ ഒരു ഫുഡ് പോകുന്നുണ്ടോ? എൻ്റെ 17 ലക്ഷം പോയിട്ടിരിക്കുക, അത്രയൊന്നുമില്ല. ആ പോയാൽ തട്ടിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയും കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി ദീപയോട് പറയണ, മുടിഞ്ഞു പോടി, നീയൊക്കെ മുടിഞ്ഞു പോകും എന്ന് പറയുകയാണ്. അപ്പോൾ ദീപ പറയാണ്, ഇത് പറയുമെന്നറിയായിരുന്നു, അങ്ങനെ നിങ്ങൾ പറയും തോറും ഉയരുന്നത് ഞങ്ങളാ, മുടിയുന്ന ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മയും ദീപയോടെ കളിയാക്കി ചിരിക്കുവാണ് കേട്ടോ. ആകെ നാണം കെട്ട് മുത്തശ്ശിയും വിക്രവും അവിടുന്ന് പോവാണ്. അത് കഴിയുമ്പോൾ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. നേരെ സ്ട്രക്ചറിലെടുത്ത് ICUയിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ആ പോയവൻ്റെ ചങ്ക് തകർന്നാണ് പോയത്, അവനിനി ജീവനോട് പുറത്ത് വരുമോ എൻ്റെ ദൈവമേ എന്ന് പറയും കേട്ടോ. ഇതേക്കുന്ന വിക്രം പറയുക, വരണ്ട, എന്തിനാ അച്ഛൻ വരുന്നേ, ഇങ്ങനെ നാണം കെട്ട് കോമാളിയായിട്ടിരിക്കാൻ. ഞാൻ അന്നേ പറഞ്ഞ ആ കാർത്തിക എന്ന് പറയുന്നവൾ അവളുടെ അമ്മയെ കാണിക്കാതെ ഇങ്ങനെ ഒളിപ്പിച്ച് നടക്കുന്നതിൽ എന്തോ ദുരൂഹതയുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന മുത്തശ്ശിവരാണ്, നീ ഇങ്ങനെ പറയാതെ മോനെ, എന്തായാലും ആ കമ്പനിക്ക് വേണ്ടി നീ ഒരുപാട് അധ്വാനിച്ചതല്ലേ, ലാഭവിഹിതത്തിൻ്റെ പകുതിയിൽ നിനക്ക് കിട്ടുമല്ലോ. 12 കോടിയുടെ പകുതി എന്ന് പറയുമ്പം 6 കോടി, അതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ തീരും എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയും, അത് തന്നില്ലെങ്കിൽ അവളുടെ അമ്മേനെ ഞാൻ കുത്തി കീറും എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കും മുത്തശ്ശി ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അതേപോലെ പറയാണ്, മുത്തശ്ശി എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും പറയാണ്, മുത്തശ്ശിന്ന് വിളിക്കേണ്ടടാ, അവൾ പഠിപ്പിച്ച പേരല്ലേ, നീ അമ്മമ്മയെന്ന് വിളിച്ചാൽ മതി, കരഞ്ഞ് പറയുവാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ആ കാശിൻ്റെ കയ്യിലോട്ടൊന്ന് കിട്ടിക്കോട്ടെ, ആ കാശ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിന്ന് നാണം കെട്ട് ഇറക്കി വിട്ട ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടുകയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഭാനുമതിയമ്മ പറയാണ്, അതാടാ വേണ്ടത്, എല്ലാം കൂടെ തീരുമാനിച്ച് കല്യാണം വൈകിപ്പിച്ച് നമ്മൾ നാണം കെടുത്തി നിർത്തുമായിരുന്നു, എല്ലാവരും അവരവരുടെ റോൾ ചെയ്ത് നമ്മളെ കളിയാക്കുമായിരുന്നടാ മോനെ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെന്തിനാന്ന് മുത്തശ്ശിക്ക് ഇതുവരെ മനസ്സിലായില്ലേ, അച്ഛനെ ഒരു കടക്കാരനാക്കാൻ വേണ്ടി. ഇപ്പം ദേ 17 ലക്ഷത്തിൻ്റെ കടവും കൂടെ അച്ഛൻ്റെ തലയിലോട്ട് വന്നില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഈ നാടകം കാണിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട്, അത് സാരമില്ലടാ, ആ കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ആവല്ലോ, അതെങ്ങനെയും മേടിച്ചെടുക്കണം, നീ അത്രയ്ക്ക് അവിടെ കിടന്ന് അധ്വാനിച്ചതാ, അത് തരാതിരിക്കുവാടാ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും വിക്രത്തിന് നല്ല ദേഷ്യം വരുവാണ്. എന്നിട്ട് പറയണേ, ഇങ്ങനൊരു മണ്ടനായിട്ടൊരു അച്ഛൻ്റെ മകനായിട്ട് ജീവിച്ച് ഞാൻ നാണം കെട്ടും മടുത്തു, എനിക്ക് മതിയായി, അത് ഞാൻ എങ്ങനെയും അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്